ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അമ്മേ, എല്ലാം ശരിയല്ലേ? അതെ മോനെ, എല്ലാം നമ്മളെ വിചാരിച്ച പോലെ തന്നെയാണ്. നിന്റെ അച്ഛൻ കള്ളു കുടിക്കാതെ നോക്കിയാ മതി നീ. പരിസരം മുഴുവൻ വീക്ഷിക്കുന്ന മട്ടിലാണ് മെഹക്കിന്റെ ഓരോരോ പ്രവൃത്തികൾ. സെക്യൂരിറ്റി, ആ പുതിയ സെർവന്റ് എവിടെ? മാഡം, ആ കുട്ടി പുറത്തേക്ക് പോകുന്നത് കണ്ടു. എന്തോ അത്യാവശ്യമാണെന്നാ പറഞ്ഞത്. അത്യാവശ്യമോ? ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ദീപിക മോൾക്ക് ഞാൻ മറ്റാരെങ്കിലും സെർവന്റ് ആക്കി വെച്ചേനെ. ഇതേ സമയം പ്രദ അവിടേക്ക് വരുന്നു. മേഡം, എന്റെ അച്ഛന് വയ്യെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി പോയതാ ഞാൻ. ഓ, ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഋഷിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് മതി. ഓക്കെ മേഡം, നീ അകത്തേക്ക് പോയി ദീപിക മോക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. ഇതേ സമയം ദീപിക രോഹനെ എങ്ങനെയും കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ പാർട്ടിയിൽ കണക്കുകൂട്ടലുമായി നിൽക്കുകയായിരുന്നു. രോഹൻ, എന്താ ഏട്ടത്തി? എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടത്തി? ഇവിടെ വെച്ച് പറഞ്ഞോളൂ. ഏയ്, എനിക്കത് നിന്നോട് മാത്രം പറയാനുള്ളതാണ്. ഞാൻ എന്റെ മുറിയിലുണ്ടാകും. ഇത്രയും പറഞ്ഞ് രോഹന് നേരെ തന്റെ കണ്ണിറക്കി കാണിച്ച് മെഹക്ക് തന്റെ റൂമിലേക്ക് പോയി. മെഹക്ക് പോയ ശേഷം രോഹൻ സ്വയമേ ചിന്തിക്കുന്നു, മെഹക്കിനെ ഞാനൊന്ന് ആഗ്രഹിച്ചത് തന്നെയാ. പിന്നെ ഋഷിയേട്ടന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണായതുകൊണ്ടാണ് ഞാൻ ആ നോട്ടം വിട്ടത്. പക്ഷെ ഇപ്പോ മെഹക്കിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനൊരു നീക്കം ഉണ്ടായ സ്ഥിതിക്ക് ഇനി താമസിപ്പിച്ചുകൂടാ. ഇന്ന് തന്നെ അവളെ എന്റേതാക്കി മാറ്റണം. എന്തോരം പെണ്ണുങ്ങളെ എന്റെ കയ്യിലിട്ട് അമ്മാനം ആടിയിട്ടുണ്ട്. പക്ഷെ ഇവളെപ്പോലൊരു ഐറ്റം, അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ ഉപയോഗിച്ച വേസ്റ്റ് ആയിരിക്കും ഋഷിയേട്ടൻ ഉപയോഗിക്കാൻ പോകുന്നത്. ചുണ്ടിൽ കാമച്ചിരിയും ചിരിച്ച് രോഹൻ മെഹക്കിന്റെ റൂമിലേക്ക് പോയി. മുറിയിൽ അവനെയും കാത്ത് മെഹക്ക് ജനലിന്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രോഹൻ വാതിൽ ചാരി മെഹക്കിനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. ഇത്ര ധൃതിയോ? ഞാനൊരു കഥ പറയട്ടെ. കഥയോ? ഓക്കെ, എല്ലാം നിന്റെ ഇഷ്ടം. എന്താ കഥയുടെ പേര്? പേരൊക്കെ പറയാം, ആദ്യം കഥ കേൾക്ക്. ശരി, കഥ തുടങ്ങിക്കോ. മെഹക്കിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് രോഹൻ പറഞ്ഞു. ഈ കഥ നടക്കുന്നത് 1 വർഷം മുൻപാണ്. അത്ഭുതകരമായ ആ രാത്രിയിൽ കടൽ തീരത്ത് വെച്ച് ഒരു പെണ്ണിനെയും അവളുടെ പ്രണയത്തെയും കുറച്ചു പേർ ചേർന്ന് കൊലപ്പെടുത്തി. വിലപിടിപ്പേറിയ വജ്രാഭരണങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവളെയും അവളുടെ സ്നേഹിതനെയും അവർ കൊന്നത്. ഇത്രയും കേട്ടപ്പോൾ തന്നെ വിറയ്ക്കുന്ന ചുണ്ടുകളാൽ രോഹൻ തുടർന്നു. ഈ കഥ ഇത് വാക്കുകൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മെഹക് തുടർന്നു. എന്ത് പറ്റി രോഹൻ? കഥ കേട്ടപ്പോ വിഷമമായോ? അത് ഞാൻ ബാക്കി പറയട്ടെ. അവളൊരു സാധാരണ പെണ്ണായിരുന്നില്ല, ഇച്ഛാധാരിയായിരുന്നു. അവളെ കൊന്നതിന് പകരമായി കൊന്നവരുടെ ജീവനെടുക്കാൻ മറ്റൊരുവളെത്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് മെഹക് രൂക്ഷമായ നോട്ടം രോഹന്റെ നേരെ നോക്കി. രോഹൻ ആകെ ഭയന്നു. പെട്ടെന്നാണ് രോഹൻ അത് ശ്രദ്ധിച്ചത്. മെഹക്കിന്റെ ശരീരത്തിൽ തൊലിയുടെ നിറം നീലയായി മാറുന്നു. ശരിക്കും അതൊരു മീനിന്റെ ചർമ്മമായി മാറി. പേടിച്ചു വിറച്ച രോഹൻ അവളോട് ചോദിച്ചു, ആരാ നീ? ഞാനോ? പച്ച ജീവനോടെ നീയൊക്കെ കൊന്നുകളഞ്ഞ മത്സ്യകന്യകയില്ലേ, അവളുടെ അനുജത്തിയാണ് ഞാൻ. ദീപിക എന്ന് നാമമുള്ള ഇച്ഛാധാരിയായ മത്സ്യകന്യക മെഹക്. അല്ല, നമ്മൾ ആരുമല്ല നിന്റെ അനുജത്തിയെ കൊന്നത്. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടും. വെറുതെ വിടാനോ? ഒരിക്കലുമില്ല. എന്റെ ചേച്ചിയെ നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ. നീയും നിന്റെ ചേട്ടനും കൂടിയല്ലേ എന്റെ ചേച്ചി ഗാഥയുടെ ജീവൻ എടുത്തത്. ഇതെല്ലാം കേട്ട് ഞെട്ടലിലായിരുന്ന രോഹൻ വിക്കലോടെ തുടർന്നു. ഇല്ല, ഋഷിയേട്ടൻ ഇതിലൊന്നും പങ്കാളിയല്ല. ഋഷിയേട്ടൻ അഥവാ പങ്കുണ്ടെങ്കിൽ തന്നെ എനിക്കതൊന്നും അറിയില്ല. ഞാനെല്ലാം പറയാം. ഞാൻ കാരണമല്ല നിന്റെ ചേച്ചി മരിച്ചത്. ഇതെല്ലാം ഒരു പ്ലാനാണ്. നമ്മൾ 5 പേർ ചേർന്നുള്ള കളിയായിരുന്നു ഇതെല്ലാം. സത്യം ഞാൻ പറയാം. നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ നിന്റെ ചേച്ചിയെ നമ്മൾ കൊന്നതല്ല. നിന്റെ ചേച്ചി എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ല. നീ എന്നെ വെറുതെ വിടൂ. ഇത്രയും കേട്ടപ്പോൾ തന്നെ തന്റെ നെഞ്ചിൽ കൈകൾ എതിർദിശയിൽ ഇരുഭാഗത്തായി വെച്ച് മെഹക് തന്റെ വിശ്വരൂപം സ്വീകരിച്ചു. മത്സ്യവും മനുഷ്യനുമായ ആ പാതിരൂപത്തിലേക്ക് വന്നതിന് ശേഷം രോഹനെ അവളുടെ വാലാൽ ചുറ്റിപ്പിടിച്ചു. രോഹനെ മെഹക് വരിഞ്ഞു മുറുകി. പറയടാ സത്യം, ആരൊക്കെയാ നിങ്ങളുടെ കൂടെയുള്ള മറ്റു കൊലയാളികൾ? ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. നമ്മൾ ആരുമല്ല നിങ്ങളുടെ ചേച്ചിയെ കൊന്നത്. നമ്മൾ അവിടെ വന്നത് വെറുതെയാണ്. അപ്പോഴാണ് നിന്റെ ചേച്ചിയുടെ ആഭരണങ്ങൾ കണ്ട് അത് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. അതിനിടയിൽ ആ അർജുനെ നമുക്ക് കൊല്ലേണ്ടി വന്നു. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്ന് അറിയില്ല. അല്പസമയത്തിന് ശേഷം ഋഷിയേട്ടൻ അവിടെ വന്നിരുന്നു എന്നാ അറിഞ്ഞത്. പിന്നെ ഇവിടെ നടന്നത് എന്താണെന്നോ ഏതാണെന്നോ എനിക്കോ അവർക്കോ ഒന്നും അറിയില്ല.
ഇത് കേട്ട് മെഹക് ആകെ സ്തംഭിച്ചു. ഇരട്ടിക്കരുത്തോടെ അവൾ തുടർന്നു. ആരാണ് നിന്റെ കൂടെയുള്ളവർ? പറ. അത് പറഞ്ഞാൽ അത്രയും നേരം കൂടി നിനക്ക് ആയുസ് നീട്ടിക്കിട്ടും. ഇല്ലെങ്കിൽ ഈ നിമിഷം തന്നെ നീ മരിക്കും. വേണ്ട, ഞാൻ പറയാം. അത് ഞാൻ, വിഹാൻ, സുരേഷ്, ഹരീഷ്, പിന്നെ മാധവൻ. ഓഹോ, നിങ്ങൾ ഇത്രയും ആദ്യം എന്റെ ചേച്ചിയുടെ സ്നേഹിതനെ കൊന്നു. പിന്നീട് നിന്റെ ചേട്ടനാണല്ലേ എന്റെ ചേച്ചിയെയും കൊന്നത്, ആ ഋഷി. ഇനി നിനക്കുള്ളത് മരണമാണ്. ഈ മത്സ്യകനികയുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന തെറ്റുകൾക്കെല്ലാമുള്ള മരണം. നമ്മുടെ എല്ലാം മത്സ്യറാണി ആകേണ്ടിയിരുന്ന ഗാഥ എന്ന എന്റെ ചേച്ചിയെ കൊന്നതിന് ഞാനിതാ നിന്നോട് പ്രതികാരം ചെയ്യുന്നു. ബ്രഹ്മാണ്ടം അടക്കി വാഴുന്ന ബ്രഹ്മദേവ, ഈ ഉലകമേ അങ്ങയുടെ ഇച്ഛയിലാണല്ലോ മഹാദേവ. എന്റെ ചേച്ചിയുടെ ഈ കൊലയാളിയെ കൊല്ലാൻ എനിക്ക് ശക്തി തരൂ. മെഹക് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ വാലാൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന രോഹനെ മുറിയുടെ പല ഭാഗത്തേക്കുമായി ഇടിച്ചു. രോഹൻ വേദന കൊണ്ട് പുളഞ്ഞു. എന്നെ വെറുതെ വിടൂ. ഞാനിനി ആരെയും ഒന്നും ചെയ്യില്ല. വെറുതെ വിടാനോ? ഈ ലോകം കാണുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ മരണമായിരിക്കും നിന്റേത്. പിടഞ്ഞു പിടഞ്ഞു നീ മരിക്കണം. ഒരു മത്സ്യകനികയുടെ ഭക്ഷണമാകാനാണ് നിന്റെ വിധി. ഏതൊരു മത്സ്യകനികയാണോ മനുഷ്യനെ ഭക്ഷിക്കുന്നത്, അവളുടെ ശക്തികൾ വർദ്ധിക്കും. ഇന്നിതാ ഞാനെന്ന മത്സ്യകനിക നിന്നെ ഭക്ഷിക്കാൻ പോകുകയാണ്. വേണ്ട, എന്നെ കൊല്ലല്ലേ. ഹേയ്, മിണ്ടരുത് നീ. എന്റെ ചേച്ചിയെ കൊല്ലാക്കൊല ചെയ്തപ്പോൾ നീയൊക്കെ നാളെ നിനക്കും ഇതേ അവസ്ഥ വരുമെന്ന് ചിന്തിച്ചോ? ഇല്ലല്ലോ. ഇന്നിതാ ഇത് നിന്റെ അവസാന നിമിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെഹക് പൂർണ്ണമായും ഒരു മത്സ്യമായി മാറി. തന്റെ വാ വലിച്ചു തുറന്ന് മെഹക് രോഹനെ വിഴുങ്ങാനായി തുടങ്ങി. വേണ്ട, വേണ്ട. പക്ഷേ നിമിഷ നേരത്തിനകം മെഹക് രോഹനെ വിഴുങ്ങി. ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് പ്രത കടന്നു വന്നു. രോഹനെ വിഴുങ്ങിയതുൾപ്പെടെ അത് കഴിഞ്ഞ് മത്സ്യത്തിൽ നിന്നും മനുഷ്യനായി മാറിയ മെഹക്കിനെയായിരുന്നു പ്രത കണ്ടത്. പ്രത ഞെട്ടലോടെ താഴത്തെ നിലയിലേക്ക് ഓടി. ഓടുന്ന വഴി ഋഷിയെ കൂട്ടുമുട്ടി മറിഞ്ഞു വീഴുന്ന പ്രതയെ താങ്ങി പിടിച്ച് ഋഷി ചോദിച്ചു, എന്താടോ, താൻ വളരെ ടെൻസ്ഡാണല്ലോ, എന്തുപറ്റി? ഒന്നുമില്ല. അല്പസമയം കഴിഞ്ഞ് പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. റൂമിൽ നിന്നും മെഹക് പാർട്ടിയിലേക്ക് പോകാനൊരുങ്ങി. മെഹക് തന്റെ വിശ്വരൂപത്തിൽ നിന്നും രോഹന്റെ രൂപം സ്വീകരിച്ച് പാർട്ടിയിലേക്ക് പോകാനായി മുറിയിൽ നിന്നും ഇറങ്ങി. ഇതേസമയം ബാൽക്കണിയിൽ നിന്നും പ്രത മെഹക്കിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ദീപിക അവളൊരു മത്സ്യകനികയാണെന്ന് ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും രോഹന് സംഭവിച്ചത്? അവൻ മരിച്ചു കാണുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് രോഹനായി രൂപം മാറിയ മെഹക് വരുന്നു. ഏയ് പ്രത. രോഹനെ കണ്ട പ്രത ശരിക്കും ഞെട്ടി. ഇവൻ എങ്ങനെ തിരിച്ചു വന്നു? പക്ഷെ പ്രതയ്ക്ക് ചിന്തിച്ചു നിൽക്കാൻ സമയം കൊടുക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രോഹനായി മാറിയ മെഹക് മറ്റൊരു റൂമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. സാർ, എന്നെ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്നെ കൈവിട്. മുറിയിലെത്തിയ രോഹൻ വാതിൽ കുറ്റിയിട്ടു. സാർ, എന്താ ചെയ്യാൻ പോകുന്നത്? പ്രത, നീ എന്നെ സഹായിക്കണം. ഞാൻ എങ്ങനെ സാറിനെ സഹായിക്കാനാ? അതെ, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. നീ എന്റെ കൂടെ നിൽക്കില്ലേ? എന്താ സാർ ഉദ്ദേശിക്കുന്നത്? അത് ആ മെഹക് അവളൊരു മത്സ്യകന്യകയാ. ഞാനിത് എല്ലാവരോടും പറയാൻ പോവുകയാ. നീയും എന്റെ കൂടെ നിൽക്കണം. നീ കണ്ട കാര്യം എല്ലാവരോടും പറയണം. ഭാഗ്യം കൊണ്ടാ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പറ പ്രത, നീ എന്നെ സഹായിക്കില്ലേ? അത് ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കും? സഹായിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് രോഹൻ മെഹക്കിന്റെ രൂപത്തിലേക്ക് തിരികെ വന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളാൽ പ്രത തുടർന്നു. ദീപിക, നീയോ? അതെ, ഞാൻ തന്നെ, മത്സ്യകന്യകയായ മെഹക്. മെഹക് കാര്യങ്ങൾ പ്രതയെ ധരിപ്പിക്കുന്നു. ശരി, ഇതെല്ലാം നടക്കുമോ ദീപിക? നടക്കും പ്രത. ചേച്ചിയെ കൊന്നതിന് പ്രതികാരം ചെയ്യണ്ടേ? നീ പറ പ്രത. അതെ, ആ കൊലയാളികളെ ഇഞ്ചിഞ്ചായി തന്നെ കൊലപ്പെടുത്തണം ദീപിക. ഇനി ഈ ലക്ഷ്യത്തിന് എന്റെ ഇരട്ടി പിന്തുണയുണ്ടാകും. തൽക്കാലം എനിക്ക് നിനക്ക് മുൻപരിചയമുണ്ടെന്ന് ഇവിടെ ആരും അറിയണ്ട. ശരി, സൂക്ഷിക്കണം. ഋഷി പോലും ഒന്നും അറിയരുത്. ഇല്ല, ആരും ഒന്നും അറിയില്ല. ഗാഥ ഇനി എന്റെയും ചേച്ചിയാ. ഇനി ഈ പ്രതികാരം എന്റെ കൂടിയാണ്. മെഹക്കും പ്രതയും കൈകോർത്തു. ഇനി അടുത്തതായി തൽക്കാലം ആരെയും കൊല്ലുന്നില്ല ഞാൻ. ശരി എന്ന് പറഞ്ഞ് പ്രത നേരെ പാർട്ടിയിലേക്ക് പോയി. പ്രത പോയ ശേഷം മെഹക്ക് വിഴുങ്ങിയ രോഹനെ വീണ്ടും തിരികെ കക്കി താഴത്തെ നിലയിലേക്ക് എറിഞ്ഞു. രോഹന്റെ ശവശരീരം നിലത്ത് വീണ ശബ്ദത്താൽ എല്ലാവരും ഓടിക്കൂടി. അയ്യോ രോഹൻ! എല്ലാവരും കരച്ചിലും നിലവിളിയുമായി. പ്രതയും ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ, ഈ രോഹനെ കൊന്നത് ദീപികയാണെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുമോ? അല്പനേരം കഴിഞ്ഞ് പോലീസ് വരുന്നു. രോഹന്റെ ശരീരത്തിൽ നിന്നും മത്സ്യത്തിന്റെ ഉളുമ്പൽ കണ്ട മുത്തശ്ശി പറഞ്ഞു. രോഹന്റെ ശരീരത്തിലെ ഈ ഉളുമ്പൽ ഇത് മത്സ്യത്തിന്റെ ആണല്ലോ. മത്സ്യത്തിന്റെ ഉളുമ്പൽ ഇവന്റെ ശരീരത്തിൽ ഇതെങ്ങനെ വന്നു? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രോഹന്റെ ശരീരം ദഹിപ്പിച്ചു. എല്ലാവരും ആകെ വിഷമത്തിലാണ്. മെഹക്കും ആകെ വിഷമിച്ച മട്ടിലാണ് അഭിനയം. ഇനി എന്റെ അടുത്ത ലക്ഷ്യം ഈ വീട്ടിൽ കടന്നു കൂടുക എന്നതാണ്.
അതിനായി എന്റെയും ഋഷിയുടെയും വിവാഹം ഉടൻ തന്നെ നടക്കണം. ഈ വീട്ടിൽ മരുമകളായി വന്നാൽ മാത്രമേ എനിക്ക് എന്റെ ശേഷിക്കുന്ന പ്രതികാരം പൂർത്തിയാക്കാൻ സാധിക്കൂ.